നമസ്കാരം. ARMന്റെ ട്രെയിലർ വന്നിട്ട് 3 മണിക്കൂറായി. 6 മണിക്കാണ് വരുന്നത് പറഞ്ഞത്. ഇപ്പൊ 9 മണി കഴിഞ്ഞു. സത്യം പറയാലോ മറന്നുപോയതാണ്. കാരണം അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്, ട്രെയിലറുമാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സാധനമാണ്. പക്ഷെ മറന്നുപോയി. എന്തായാലും കുറെ ആളുകൾ മെസ്സേജ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് കണ്ടോക്കാം. റെഡി. നല്ല പ്രതീക്ഷയുള്ള സാധനമാണ് കേട്ടോ. അപ്പൊ മണിയന്റെ കഥയോ? രാത്രി കിടക്കുമ്പോ വല്ല ഭഗവാന്റെ നാമം വിളിക്കുന്നതിന് പകരം ചൂടി വിളക്ക് കെട്ട കള്ളന്റെ കഥയെ നിനക്കറിയണ്ട. ഓന്റെ കഥയൊന്നും രാത്രി പറയാൻ കൊള്ളൂല മോളെ. പറഞ്ഞ സാധനം തന്നെ. അല്ല, ഇത് പറ്റിപ്പ്. ഇത് ഫുൾ പറ്റിപ്പ്, അല്ലാണ്ട് ഒന്നും പറയാനില്ല. കാരണം ഇതിപ്പോ എന്താ, ഈ ഡയലോഗും ഇതേപോലത്തെ സാധനങ്ങൾ മൊത്തം ഇപ്പൊ ടീസർ എന്ന് പറഞ്ഞ പോലെ. കാരണം ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു സാധനം അവർ തന്നിട്ടുണ്ട്. ഓന്റെ കഥയൊന്നും രാത്രി പറയാൻ കൊള്ളൂല എന്ന് പറഞ്ഞതും, ജ്യോതിവിളക്ക് കള്ളന്റെ കഥയാണ് അറിയേണ്ടതെന്നും ഈ സെയിം ഡയലോഗ്. പിന്നെ നമ്മൾ അതിൽ കണ്ടിട്ടുള്ള പോലെ ഇതൊരു സൂപ്പർ പവറുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ, അങ്ങനെ ഒരു പിപ്പിടി വിദ്യ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ അത് നല്ലതാണ്, അത് മോശമായതല്ല പറഞ്ഞത്. പക്ഷെ ഇതിലൊന്നുമില്ല. ട്രെയിലർ എന്ന് പറഞ്ഞൊരു സാധനം പ്രത്യേകിച്ച് ഇവർ തരേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെയാണെങ്കിൽ. കാരണം ടീസർ നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിരുന്നത് ടീസർ തന്നെ അല്ല, പിന്നെ വെറുതെ കാത്തിരുന്നത്. ഇപ്പൊ ടീസറിന് ഒരിടത്ത് എടുത്ത് കണ്ടാൽ മതിയായിരുന്നു. അടിപൊളിയാണ്, സാധനം അടിപൊളിയാണ്. പക്ഷെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു സാധനം ഒന്നുമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്, അതാ ഞാൻ പറഞ്ഞത്. കാരണം ഒരുപാട് സാധനങ്ങളൊന്നും റിവീൽ ചെയ്യാതെ നേരെ അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് അപ്പൊ കിട്ടുന്ന ഒരു ഫീല് വേറൊക്കെ തന്നെയാണ്. അത് കണ്ടറിഞ്ഞ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ടീസറിനേക്കാൾ കൂടുതൽ ഒന്നും നിങ്ങൾ അറിയണ്ട, എന്നാൽ ട്രെയിലറിന് ഒരു പേരിന് എന്നാ പിടിച്ചോ ഒരു ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് ടീസറിന്റെ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്ന് ഒന്നത് വലിപ്പിക്കാൻ നോക്കി എന്നാണ്, വലിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇത് കണ്ട പഴയ പോലീസുകാരുണ്ടല്ലോ, ആക്ച്വലി അതൊരു പോർച്ചുഗീസ് ലുക്കൊക്കെ തോന്നുന്ന ആ കാലഘട്ടത്തിലുള്ള അങ്ങനത്തെ പോലീസുകാരെ കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അന്ന് ഉപയോഗിക്കുന്ന ഒരു പിസ്റ്റൾ ഉപയോഗിച്ച് അതിന്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. എൻഡില് ഒരു വട്ടി എന്തോ ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കുന്ന ഒരു സാധനം, അങ്ങനെ അതും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം പൊളിയാണ്. നല്ല കിടിലൻ വിഷ്വൽസ് ആണ്, അതിലൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ടീസറിൽ കണ്ട് അന്ന് സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പറയാൻ ഇതിലൊന്നുമില്ല. നമ്മൾ എല്ലാ സമയത്തും പറയുന്ന പോലെ ഇതിന്റെ പ്രതീക്ഷകൾ മാത്രമാണ് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു മിനിറ്റിൽ കാണിച്ചിട്ടുള്ള വിഷ്വൽസും അത്തരം BGM-ഉം ഈ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു എലമെന്റ് ഉണ്ടല്ലോ, ഒരു വാവ് എലമെന്റ്, അത് കൊണ്ടുവരാൻ സാധ്യതയുള്ള സാധനങ്ങളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തിയേറ്ററിൽ ഇതുപോലെ തന്നെ അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ ഇതൊരു വമ്പൻ സിനിമയായിരിക്കും. അപ്പോൾ അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നോക്കാം. പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും.